മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. കൊച്ചിയിൽ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ബി.ജെ.പി. പ്രവർത്തകർ എവിടേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്? ഇപ്പോൾ സ്ഥിതി എന്താണ്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞുപോയില്ല. ഇതോടുകൂടിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് എത്തിയത്. അറസ്റ്റ് ചെയ്ത് നീക്കി വാഹനത്തിൽ കയറിയ 2-3 പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു, പോലീസ് മർദ്ദിച്ചു എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് ഇവരെയും കൊണ്ട് മുന്നോട്ട് നീങ്ങിയ പോലീസിന്റെ ബസ് അല്പസമയം തടഞ്ഞിരുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ വാഹനം ഇവിടെ നിന്ന് മാറ്റി. അതേസമയം പിന്നീട് പോലീസുകാരും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്തവരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കുക, ഒപ്പം പോലീസ് അനാവശ്യമായി നടത്തിയ കയ്യാങ്കളിയിൽ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 500ഓളം വരുന്ന ബി.ജെ.പി. പ്രവർത്തകരാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. സംഘടിപ്പിച്ച കണയന്നൂർ താലൂക്ക് ഓഫീസ് തല പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തത്. പ്രദീപ്, ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയായിരുന്നു ഈ മാർച്ചിനെ നേരിട്ടത്? പ്രവർത്തകർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് പോലീസ് നടപടികളോട്? ജലപീരങ്കി പ്രയോഗിക്കും വരെ മാർച്ച് പൂർണ്ണമായും സമാധാനപരമായിരുന്നു. ജലപീരങ്കി 3 തവണ പ്രയോഗിച്ചതിന് ശേഷമാണ് കുറച്ചെങ്കിലും പ്രവർത്തകരെ മാറ്റാനായത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായതുമില്ല. അതേസമയം പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിന് മുകളിലൂടെ മറുഭാഗത്തേക്ക് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും അത് വിജയിച്ചില്ല. പിന്നാലെ പോലീസ് എത്തി പ്രവർത്തകരെ ഒരു വശത്ത് നിന്ന് അതിർത്തി മാറ്റി പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോഴാണ് കൂടുതൽ തർക്കമുണ്ടായത്, ബഹളമുണ്ടായത്. വാഹനത്തിൽ കയറ്റിയ ഏതാനും പ്രവർത്തകർക്ക് പുരുഷന്മാർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റു എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് പിന്നീട് ഒരു വലിയ ബഹളത്തിലേക്ക് മാറിയത്. അകാരണമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ ആരോപണം എന്ന് പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം ഈ മാർച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുരുഷന്മാരായ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ബഹളം കൂടുതൽ ശക്തമായത്. എന്തായിരുന്നാലും ആദ്യഘട്ടത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ എതിർപ്പിനെ അവഗണിച്ച് അറസ്റ്റിലായവരെയുമായി പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങി. ഇത്തരത്തിൽ വാഹനത്തിന് ഉള്ളിൽ വെച്ച് പ്രവർത്തകരെ പോലീസ് ഉപദ്രവിച്ചു, പോലീസ് തല്ലി എന്നാണ് ബി.ജെ.പി. നേതൃത്വം ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച് അവസാനിച്ചു എങ്കിൽ തന്നെ എറണാകുളം ജനറൽ ആശുപത്രി പരിസരത്ത് പോലീസും ഒപ്പം പ്രവർത്തകരും തമ്മിൽ തുടർച്ചയായി വാക്കേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർക്ക് ഈ സംഭവത്തിന് ശേഷം അവിടേക്ക് എത്തുന്നുണ്ടോ? മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകരാണ് ഉള്ളത്. അതേസമയം ഇത്തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിനു ശേഷം പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിക്കുന്നുണ്ട്. വാഹനത്തിൽ വെച്ച് മർദ്ദിക്കാൻ ഇടയായത് എന്തിന് എന്നുള്ള ചോദ്യമാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എന്നാൽ പോലീസുകാരുൾപ്പെടെയുള്ള ആളുകൾ ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം സമരങ്ങളെ പോലീസിനെ അല്ലെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ ഇതിന്റെ ഇരട്ടി ശക്തിയോടുകൂടി ഈ സൂചനാ സമരത്തിന് ശേഷവും ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. പോലീസിന്റെ മർദ്ദനമേറ്റ വിനൽ ദിനേശ്, അതുപോലെ വൈശാഖ് അടക്കമുള്ള പ്രവർത്തകർക്ക് വൈദ്യസഹായം പോലും പോലീസ് നൽകുന്നില്ല. അടിയന്തരമായിട്ട് അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് ചെന്ന് അവരെ കണ്ട് അവർക്ക് വേണ്ട വൈദ്യസഹായ പരിപാടികൾ ചെയ്യാൻ പോവുകയാണ്. ഈ സമരം ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചനാ സമരത്തിൽ ഇത്രയൊന്നും വെറി പോകേണ്ട ആവശ്യം കേരളത്തിലെ പോലീസുകാർക്കില്ല. വളരെ സമാധാനം. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് കൈകാര്യം ചെയ്തു, പോലീസ് മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ കൊച്ചിയിൽ ബി.ജെ.പി. നടത്തിയ സമരമാണ് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്.